കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ? ഇത് ഞാനിടുന്ന വീഡിയോ ഓണം റിമൈൻഡറാണ്. നമ്മുടെ കഴിഞ്ഞു പോയ ഓണത്തെക്കുറിച്ച് ഒന്നും കൂടി ആലോചിക്കാനായിട്ട്, ഒന്നും കൂടി ഓർത്തെടുക്കാനായിട്ട് എടുക്കുന്ന ഇടുന്ന വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ അത്തപ്പൂക്കളം ഇട്ടു. ഇപ്രാവശ്യത്തെ ഓണത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മഴ വന്നതുകൊണ്ട് നമുക്ക് അത്ര നല്ല ഗംഭീര ഓണാന്നൊന്നും പറയാനായിട്ട് സാധിച്ചില്ല. നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു. നനഞ്ഞാണ് ഞാനും അപ്പവും തുമ്പിച്ചിനും പൂക്കളം ഇട്ടത്. അതുപോലെ തന്നെ കുട്ടേട്ടനും കൂടെ വീഡിയോ എടുക്കാൻ നേരത്തൊക്കെ നല്ല മഴയാണ്. അത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ തന്നെ മനസ്സിലാവാൻ സാധിക്കും. ഹാപ്പി ഓണം ഇവിടെ നല്ല മഴയാണ്. ഞങ്ങൾ അമ്പലത്തിൽ പോവാണ് അല്ലേ? അപ്പോ കട്ടപ്പന അമ്പലത്തിൽ പോകുന്നുണ്ട്, പുതിയാവില് പോകുന്നുണ്ട്. അപ്പം മഴയൊക്കെ മാറി ഓണം നല്ല രീതിയിൽ വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കത് ഇറങ്ങിയാലോ കൂട്ടേട്ടാ? പറഞ്ഞു അല്ലേ? നമ്മളെവിടെങ്കിലും പോവായിരുന്നു. അങ്ങനെ നമ്മള് പോവല്ലേ? അപ്പോ മഴയായിപ്പോ അല്ലാതെ കുളമായിപ്പോ അല്ലേ? പിന്നെ എന്നത്തെ പോലെ ഞങ്ങൾ വീണ്ടും അമ്പലത്തിലേക്ക് യാത്രയാവുകയാണ്. ഞങ്ങൾ 3 പേരും കൂടെ ചേർന്നാണ് പോകുന്നത്. ആദ്യമായിട്ടാട്ടോ അമ്പലത്തിൽ പോകുമ്പോൾ കുടയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ വഴി വെച്ച് ഏട്ടായുടെ ഒരു പരിചയക്കാരനെ കണ്ടു. പുള്ളിയാണ് ഞങ്ങളെ ഓട്ടോയിൽ കൊണ്ടുപോയത്. ആദ്യമേ നമ്മൾ കട്ടപ്പന അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചു. പക്ഷേ പ്ലാനെല്ലാം മാറി ഇടുക്കിക്കാവല അമ്പലത്തിലാണ് പോയത്. ശ്രീനാരായണ ക്ഷേത്രത്തിലേക്കാണ് പോയത്. അപ്പം അവിടെ ചെന്നു പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൂടെ വന്ന ഓട്ടോയിൽ വന്ന ആ ചേട്ടനും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഇടുക്കിക്കാവല അമ്പലത്തിൽ നിന്ന് നമ്മൾ നേരെ പോയത് കട്ടപ്പന ഭഗവാന്റെ ക്ഷേത്രത്തിലേക്കാണ്, ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്ക്. അത്യാവശ്യം മഴയാണെങ്കിൽ കൂടി നല്ല രീതിയിൽ ഭക്തജനങ്ങളുടെ തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ അമ്പലത്തിൽ ചെന്ന് നമ്മുടെ പരിചയത്തിലുള്ള ഒരുപാട് പേരെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. പക്ഷെ ഒറ്റ കാര്യത്തിൽ മാത്രം ഇതായിപ്പോട്ടോ, മഴ ഞങ്ങളുടെ ഓണം കൊളാക്കി എന്ന് തന്നെ പറയാം. വളരെ സങ്കടമുണ്ട് കേട്ടോ. അമ്പലത്തിൽ തൊഴാൻ വന്നപ്പോഴേക്കും ഭയങ്കര മഴ വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് എനിക്ക് അറിയാവുന്ന ഒരു ചേച്ചി, മഞ്ജു ചേച്ചി, ഞങ്ങളുടെ കൗൺസിലറായിരുന്നു. ഞങ്ങളെ നല്ലപോലെ അറിയാവുന്ന ഞങ്ങളുടെ മഞ്ജു ചേച്ചിയാണ് കഴിഞ്ഞ പ്രാവശ്യം അമ്പലത്തിൽ എൻ്റെ കൂട്ടത്തിൽ തിരുവാതിര കളിക്കാനും ഒക്കെ ഉണ്ടായിരുന്നത് മഞ്ജു ചേച്ചിയാണ്. അപ്പം മഞ്ജു ചേച്ചിയും ഫാമിലി എല്ലാം കണ്ടു. അതിനുശേഷം ഞങ്ങൾ നേരെ അമ്പലത്തിനകത്തേക്ക് ചെന്നു, നടയിൽ വന്നു, തൊഴുതു. അതോടൊപ്പം തന്നെ ഒരുപാട് ഭക്തജനങ്ങളുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ടായിരുന്നു. ഇത്രയും മഴ ആദ്യം ചെയ്യുന്ന ഒന്ന് നമ്മൾ അമ്പലത്തിൽ പോവുക, പ്രാർത്ഥിക്കുക എന്നതാണ്. അത് എല്ലാ കുടുംബത്തിലും എല്ലാ ആളുകാരും പതിവായി ചെയ്തു വരുന്നു. അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു. അതുപോലെ തന്നെ അടിപൊളി ഒരു അത്തപ്പൂക്കളമാണ് അമ്പലത്തിൽ കണ്ടിരുന്നത്. അങ്ങനെ അമ്പലത്തിൽ പ്രദക്ഷിണം ചെയ്തു, അയ്യപ്പനെ തൊഴുതു, നല്ലപോലെ പ്രാർത്ഥിച്ചു. മുന്നോട്ടുള്ള ലൈഫ് ഞങ്ങൾക്ക് നല്ലതാക്കി തരണേന്ന് പ്രാർത്ഥിച്ചു. പിന്നെ പ്രദക്ഷിണം എല്ലാം ചെയ്തു. അതുപോലെ തന്നെ തീർത്ഥം കുടിച്ചു. അങ്ങനെ അമ്പലത്തിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഒരുപാട് പേരെ ഞങ്ങൾ കണ്ടു, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. കുറേ പേര് വന്നിട്ട് നമ്മുടെ വീഡിയോസൊക്കെ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതിലൊക്കെ വളരെ ഹാപ്പി. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ എന്നോർത്തിട്ട് വളരെ 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 ഹാപ്പി. അപ്പം വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം നമ്മൾ പുതിയതായി പോകാമെന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. മഴ കാരണം ഞങ്ങളത് മാറ്റിവെച്ചു. പിന്നെ ഇത് ഞങ്ങളുടെ അക്കുക്കുട്ടി, അക്കുവിൻ്റെ സുന്ദരനായ മകനാണ് കേട്ടോ. അവനെ കുറച്ച് നേരം കളിയാക്കുകയൊക്കെ ചെയ്തു. അവൻ്റെ കുറേ വീഡിയോസും ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് റീൽസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. മെയിനായിട്ട് ഓണത്തിന് ഒരുങ്ങുന്നത് അതാണല്ലോ, റീൽസ് എടുക്കുക, കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെയാണ്. കാരണം അതീവ ക്യൂട്ടായിട്ട് കേരള സ്റ്റൈലിൽ നിൽക്കുന്നത് ഓണം സമയങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ കുറേയേറെ റീൽസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നേരെ വീട്ടിലേക്ക് പോവാണ്. ഇനി എന്താ പ്ലാനെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇതാണ് കട്ടപ്പന ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. നമ്മുടെ വീഡിയോയിൽ എപ്പോഴും കാണുന്ന ഭഗവാന്റെ ക്ഷേത്രമാണിത്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നേരത്താണ് മാളു വിളിച്ചത്. മാളു വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ കല്ലൂന്ന് ടോപ്പിൽ ഓണപ്പരിപാടി നടക്കുന്നുണ്ട്, പിള്ളേരെയും കൂട്ടിക്കൊണ്ട് വരണമെന്ന്. അപ്പോൾ മഴ ആയതുകൊണ്ട് ഇത് എന്താവുമെന്ന് അറിയാൻ പാടില്ല, എങ്കിലും ചേട്ടാ പറഞ്ഞു നമുക്ക് പോയി നോക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ നേരെ കല്ലൂന്ന് ടോപ്പിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴത്തേനും കസേരകൾ നടക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ പിള്ളേരെ 2 പേരെയും അതിൽ കയറ്റി. അപ്പം ഇതിൽ നിന്ന് ആരെയാണ് വിജയിച്ച് നേടുന്നതെന്ന് അറിയില്ല. 2 പേരും പെട്ടെന്ന് തന്നെ ഔട്ടാവുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ തുമ്പിക്കുട്ടൻ 3rd പ്രൈസ് നേടിയിട്ടുണ്ടായിരുന്നു. കസേരകളിക്ക് അവൾക്ക് 3rd ഉണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ ഔട്ടായി പോയി, സാരമില്ല. പക്ഷേ തുമ്പിച്ചിന് 3rd പ്രൈസ് കിട്ടി. അതിൽ വളരെ സന്തോഷം. അതോടൊപ്പം തന്നെ റൊട്ടികടി ഉണ്ടായിരുന്നു. പിള്ളേരുടെ റൊട്ടികടിയിൽ തുമ്പിച്ചിന് 3rd കിട്ടി. അതിലും വളരെയേറെ സന്തോഷം. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഈ കാര്യങ്ങൾ. അപ്പോൾ ഓണാഘോഷ പരിപാടികളൊന്ന് കണ്ടു നോക്ക്.
friends, lights and sounds. പിന്നീട് അവിടെ കുറച്ച് ഏറെ സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പരിപാടി തുടങ്ങുന്നത്. അതുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു. ഇപ്പോൾ സന്ധ്യയേച്ചി അവിടെ ഫുഡ് കഴിക്കാനായിട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓണസദ്യ നടക്കുന്നത് സന്ധ്യയേച്ചിയുടെ വീട്ടിലാണ്. നമ്മളവിടെ ചെന്നപ്പോഴത്തേനും പൊന്നൂസ് നല്ല അടിപൊളിയായിട്ടൊരു അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. കുറേ നേരം എടുത്തിട്ടാണ് അവളെ ചെയ്തത്. അത്രയും മനോഹരമായിട്ട് തന്നെ അവൾ ചെയ്തിട്ടുണ്ട്. അതിൽ വലിയൊരു കൺഗ്രാജുലേഷൻസ്. നല്ല അടിപൊളിയായിട്ട് അത്തപ്പൂക്കളിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ പൊന്നൂസ്. അത് കഴിഞ്ഞ് നമ്മളെ അകത്തേക്ക് കയറിയപ്പോൾ ചേച്ചിയുടെ നാത്തൂനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ അതീവ സന്തോഷത്തോടു കൂടി തന്നെ ഞങ്ങൾ ഓണസദ്യ ഉണ്ണാനായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ പലതരം കറികളോടുകൂടി പപ്പടം, പഴം, പായസം കൂട്ടി നമ്മളൊരു അടിപൊളി സദ്യ കഴിക്കുകയാണ്. അതായത് വർഷത്തിലൊരിക്കൽ നമ്മളെല്ലാവരും ആഘോഷത്തോടെ, അതായത് സന്തോഷത്തോടെ നമ്മളെല്ലാവരും ഫാമിലി എല്ലാവരും അടങ്ങി കഴിക്കുന്ന ഒന്നാണ്. അതിൽ വളരെയേറെ സന്തോഷം. അപ്പം നമുക്ക് നേരെ സദ്യ കഴിച്ചാലോ? അപ്പു ഒക്കെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് ഫുള്ള് കഴിക്കുമെന്നാണ് വിചാരം. പക്ഷേ അപ്പു അതിൻ്റെ പകുതിക്ക് പകുതി പോലും കഴിക്കില്ല കേട്ടോ. അങ്ങനെ പഴം, പപ്പടം, എരിശ്ശേരി, പുളിശ്ശേരി എല്ലാം കൂട്ടി, ഉപ്പേരി എല്ലാം എന്തൊക്കെ പറഞ്ഞാലാണോ തീരുന്നത് അത് നടക്കില്ല കേട്ടോ. പറഞ്ഞു തീർക്കാനായിട്ട് സാധിക്കില്ല. അപ്പം നിങ്ങൾ കണ്ട് ആസ്വദിക്കുക ഞങ്ങളുടെ ഫുഡ് ഐറ്റംസ് എല്ലാം. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു പിടി പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പം പഴവും പപ്പടവും പായസവും എല്ലാം കൂട്ടി നല്ലൊരു സദ്യ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിൽ വലിയൊരു സദ്യയാണ് നിങ്ങൾക്ക് മുമ്പിൽ അടുത്തതായി വരുന്നത്. അതെ, കല്ലുകുന്ന് ടോപ്പിൽ നടക്കുന്ന വലിയ അതിഗംഭീരമായിട്ടുള്ള വടംവലി മത്സരമാണ്. അപ്പം കാണുക, ആസ്വദിക്കുക. ഓക്കേ. നിങ്ങൾ ആ കോൺഗ്രസ് ആൾക്കാർ മാറി കൊടുക്കുക. അവരുടെ കോച്ചിന് അവരെ പോകുക. നിങ്ങളിത് മാറി കൊടുക്കുക. കേൾക്കാം പ്ലീസ്. അതിന് അവരുടെ കോച്ചിന് പോകും. കൊണ്ടിരിക്കുകയാണ്. കാരണം ഭയങ്കര മഴയാണ്. ഇന്നലെ ആണെങ്കിൽ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഭയങ്കരമായിട്ട് മഴയാണ്. മഴയ്ക്ക് ഞങ്ങൾ കുട പിടിച്ചാണ് ഓണം ആഘോഷിക്കുന്നത്. അപ്പം ഇനിയും ഓണത്തിൻ്റെ എല്ലാ നല്ല ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. അപ്പം എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഓണാശംസകൾ. ഓണാശംസകൾ പറഞ്ഞേ. എങ്ങനെയുണ്ട്? തുമ്പത്തിന് ഓണാശംസകൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്നാ പറയുന്നത്? അപ്പോൾ ഓടുക. അതെ, ഭയങ്കര ശക്തമായ മഴയായി. അല്ലേ അപ്പോൾ?
അല്ലേ? അപ്പൻ ഓണത്തിനെ പറ്റി എന്താ പറയുന്നു? എന്താ പറയുന്നു ഓണത്തെ പറ്റി? കുഴപ്പമില്ലെന്നോ? മഴയായിപ്പോയി കണ്ടിട്ടുണ്ട് അപ്പന് കുഴപ്പമില്ലെന്നൊക്കെയാ പറയുന്നത്. എന്നത് മഴയുണ്ടോ? മഴയായിപ്പോ അല്ലേ? സാരമില്ല.